ഇസ്ലാമിക മത ഭരണകൂടത്തെ തകർക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഇറാനിലെ ജനങ്ങൾക്ക് ഇസ്രായേലിന്റെ സന്ദേശം എന്ന തലക്കെട്ടിലാണ് നെതന്യാഹുവിന്റെ വീഡിയോ പുറത്തിറങ്ങിയത്. ഇറാനിൽ വലിയൊരു ആക്രമണം പ്രതീക്ഷിക്കണമെന്ന് ഇറാനിയൻ ജനതയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പും നൽകി. ഇസ്രായേൽ ജൂതർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഇറാനിലെ ആണവ നിലയങ്ങൾ തകർത്തതെന്നും ആക്രമണങ്ങൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ 100% ജൂതരും മരിച്ചു പോകുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇറാൻ ജൂതരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് 9 ആറ്റം ബോംബുകൾ നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടതെന്നും നെതന്യാഹു ആരോപിച്ചു. ആ 9 ബോംബുകൾ നിർമ്മിച്ചിരുന്നുവെങ്കിൽ 100% ജൂതരും മരിച്ചു പോകുമായിരുന്നുവെന്നും ജീവിക്കാൻ വേണ്ടിയാണ് ജൂതരാജ്യം ഇറാന്റെ ആണവ സൈറ്റുകൾ തകർത്തതെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാനിലെ ഒരു പൗരനെയും ഇസ്രായേൽ ഇതുവരെ ആക്രമിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ അവസരം ഉപയോഗിച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി തെരുവിലിറങ്ങണമെന്നും ഇസ്രായേലിന്റെ ഒരു വലിയ നീക്കം ഉടൻ ഇറാനിൽ സംഭവിക്കാൻ പോകുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ജനുവരിയിൽ 2ാം തവണയും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ സ്ഥാനാരോഹണത്തിന് 6 മാസങ്ങൾക്ക് ശേഷവും ഇസ്രായേൽ നടത്തുന്ന യുദ്ധങ്ങളിൽ അമേരിക്കയുടെ സാന്നിധ്യം പ്രകടമാണ്. ഏറ്റവും പുതിയ ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിലും അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. ഇത് ട്രംപ് ക്യാമ്പിൽ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിരിക്കുന്നുവെന്ന് അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തിന് വിരുദ്ധമാണ് ഇസ്രായേലിനുള്ള നിരുപാധിക പിന്തുണയെന്ന് നിരവധി വലതുപക്ഷ രാഷ്ട്രീയക്കാരും നിരൂപകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്ക ഫസ്റ്റ് ക്യാമ്പിന്റെ പല ഭാഗങ്ങളിലും വളരെ ശക്തമായ വിമർശനം നിലനിൽക്കുന്നുമുണ്ട്. യുദ്ധങ്ങളിൽ US പങ്കാളിയാകുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നുണ്ടെന്ന ആശയത്തിനെതിരെ അവർ തിരിഞ്ഞിരിക്കുന്നു. US നയതന്ത്ര തിങ്ക് ടാങ്കായ ക്വിൻസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ത്രിദ പാർസി പറഞ്ഞു, ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ നിരവധി കൺസർവേറ്റീവുകൾ ചോദ്യം ചെയ്യുകയും USന്റെ താൽപര്യങ്ങൾ നിറവേറ്റാത്ത ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴക്കരുത് എന്ന മുന്നറിയിപ്പും നൽകുകയും ചെയ്തു. ട്രംപിന്റെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ പ്രസ്ഥാനത്തിലെ പ്രധാന വ്യക്തിയായി കണക്കാക്കപ്പെടുന്ന നിരീക്ഷകൻ ടക്കർ കാൾസൺ ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രസിഡന്റ് ട്രംപിന് പങ്കുണ്ടെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുന്നത് USനെ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നും വിമർശിച്ചതായി ദി ഹിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേൽ ഈ യുദ്ധം നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അതിനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. അതൊരു പരമാധികാര രാജ്യമാണ്. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ കഴിയും. പക്ഷേ അമേരിക്കയുടെ പിന്തുണയോടെ ആവരുത് എന്നും ടക്കർ കാൾസൺ പറഞ്ഞിരുന്നു. ഇറാനുമായുള്ള യുദ്ധത്തിനെതിരെ റിപ്പബ്ലിക്കൻ സെനറ്റർ റാൻഡ് പോൾ മുന്നറിയിപ്പ് നൽകുകയും വാഷിംഗ്ടണിലെ കൺസർവേറ്റീവുകളെ വിമർശിക്കുകയും ചെയ്തു. അമേരിക്കൻ ജനത നമ്മുടെ അനന്തമായ യുദ്ധങ്ങളെ ശക്തമായി എതിർക്കുന്നു. 2024 ഡൊണാൾഡ് ട്രംപിന് അവർ അങ്ങനെയാണ് വോട്ട് ചെയ്തത്. റാൻഡ് പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു: വലതുപക്ഷ കോൺഗ്രസ് വുമൺ മാർജോറി ടെയ്ലർ ഗ്രീനും ആക്രമണങ്ങളെ എതിർക്കുന്നുവെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു സന്ദേശം പങ്കുവച്ചിരുന്നു.